നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വന്തം ഭാഷ വശമില്ലാത്ത സമൂഹത്തിന് സ്വത്വബോധം നഷ്ടമാകുമെന്ന സാഹിത്യകാരൻ വൈശാഖൻ. മലയാളികൾ കുറെ കൂടി മാതൃഭാഷയെ സ്നേഹിക്കണം. തസ്രാക്കിൽ ഒ.വി. വിജയൻ സ്മാരക പുരസ്കാര സമർപ്പണം. മങ്കരയിൽ ഒ.വി. വിജയൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒ.വി. വിജയൻ അനുസ്മരണം. മോഡലായ വിദേശവനിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഗോവയിൽ വെച്ച് പിടികൂടിയത് മുംബൈ സ്വദേശി 29 വയസ്സുള്ള സുഹൈൽ ഇക്ബാൽ ചൌധരിയെ. കൊളപ്പുള്ളിയിൽ ലിവിംഗ് ടുഗദറായി കഴിയുന്ന ബ്രസീലിയൻ മോഡൽ പീഡനത്തിനിരയായത് മെയ് 12 ദുബായിൽ വെച്ച്. പ്രണയം നടിച്ച സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സ്വകാര്യ ബസ് കണ്ടക്ടർ തൃത്താല പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് നാഗലശ്ശേരി വാവന്നൂർ സ്വദേശി 24 വയസ്സുള്ള ഷിഹാബ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വെള്ളറക്കാട് സ്വദേശി 45 വയസ്സുള്ള വിബീഷ്. അപകടം കാഞ്ഞിരക്കോട് AH കല്യാണ മണ്ഡപത്തിന് സമീപം. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ ബൈക്കും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മങ്കര 4-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന്. തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷയെ അയോഗ്യയാക്കിയതിനെ തുടർന്ന് കോൺഗ്രസിനും CPM-നും 6 വീതവും BJP-ക്ക് 1 മെമ്പറുമുള്ള പഞ്ചായത്തിൽ 4-ാം വാർഡിലെ ജനവിധി നിർണായകമാകും. കാർത്തുമ്പിക്ക് ആവശ്യക്കാരേറുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരാമർശത്തോടെ ജനപ്രിയമായി അട്ടപ്പാടിയുടെ കാർത്തുമ്പി കുടകൾ. കുട നിർമ്മാണ യൂണിറ്റ് വിപുലീകരണത്തിന് സഹായമെത്തുമെന്ന പ്രതീക്ഷയുമായി ആദിവാസി വനിതകൾ. കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലെ അമ്മമാരുടെ അതിജീവന പോരാട്ടത്തിന്റെ ഉൽപ്പന്നം. വാർത്തകൾ വിശദമായി. സ്വന്തം ഭാഷ വശമില്ലാത്ത സമൂഹത്തിന് സ്വത്വബോധം നഷ്ടമാകുമെന്ന് വൈശാഖൻ. തസ്രാക്കിൽ ഒ.വി. വിജയൻ സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാളികൾ കുറെ കൂടി മാതൃഭാഷയെ സ്നേഹിക്കണമെന്ന് വൈശാഖൻ ഓർമ്മപ്പെടുത്തി. കുട്ടികളുടെ ഭാഷാ പരിജ്ഞാനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ ദാർശനികനാണ് ഒ.വി. വിജയൻ. അദ്ദേഹം ഉപയോഗിച്ച ചില പദങ്ങൾ യാഥാർത്ഥ്യമെന്നതിനപ്പുറം ധീരമായ നിലപാടുകൂടിയാണ്. ഒ.വി. വിജയന്റെ രചനകൾ കാലാതിവർത്തിയാണ്. ഇന്ത്യൻ അദ്വൈതത്തെ അടുത്തുനിന്നറിഞ്ഞ അദ്ദേഹത്തിൻ്റേത് കേരളത്തിന് എക്കാലവും അഭിമാനമായ എഴുത്തുരീതിയാണെന്നും വൈശാഖൻ പറഞ്ഞു. ഒരു പ്രത്യേകതരം അദ്വൈതമാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ജീവജാലങ്ങളെയും കാരുണ്യത്തോടെ നോക്കുക, എല്ലാ അനീതികൾക്കും എതിരെ ശബ്ദിക്കുക, ഇങ്ങനെ ധീരമായി നിലപാടെടുത്ത ഒരു കഥാകാരനാണ് ഒ.വി. വിജയൻ. വളരെ റിയലിസ്റ്റിക്കായ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഫാന്റസി എഴുതിയിട്ടുണ്ട്. ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനു വേണ്ടി ഒ.വി. വിജയൻ സ്മാരക സമിതി സെക്രട്ടറി TR അജയൻ മന്ത്രിയുടെ സന്ദേശം വായിച്ചു. പുരസ്കാര ജേതാക്കളായ KP രാമനുണ്ണി ചെറുകഥ, V ഷിനിലാൽ നോവൽ, ജിൻഷ ഗംഗ യുവകഥാ പുരസ്കാരം, ഹരികൃഷ്ണൻ തച്ചാടൻ പ്രത്യേക ജൂറി പരാമർശം എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സ്മാരക സമിതി ചെയർമാൻ TK നാരായണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം K അനിത, ജ്യോതിഭായ് പരിയാടത്ത്, M ശിവകുമാർ, ഡോക്ടർ PR ജയശീലൻ, രഘുനാഥൻ പറളി, മനോജ് വീട്ടിക്കാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഒ.വി. വിജയൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒ.വി. വിജയൻ അനുസ്മരണം നടന്നു. അനുസ്മരണം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഒ.വി. വിജയന്റെ ഛായാചിത്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. EP സുരേഷ്, കൊച്ചുനാരായണി, കിഷോർ സ്വാമി, രുക്മിണി തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ഉമ്മയുടെ പേരിലുള്ള 10ാം ക്ലാസ് +2 പാസ്സാകുന്ന കുട്ടികൾക്ക് ഒരു അവാർഡ് ദാന പരിപാടി ഏർപ്പെടുത്തിയിട്ടും 10-12 വർഷം തികയുകയാണ്. എന്തായാലും വരും ദിവസം അതും ഈ പഞ്ചായത്തിൽ വെച്ച് നടത്തപ്പെടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി, ചെറിയ പരിപാടിയാണെങ്കിലും അത് കിഷോർ സ്വാമി മുൻകൈ എടുത്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വെള്ളറക്കാട് സ്വദേശി 45 വയസ്സുള്ള വിബീഷാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. കാഞ്ഞിരക്കോട് AH കല്യാണ മണ്ഡപത്തിന് സമീപം മറ്റൊരു കാറിനെ മറികടന്ന് വരുന്നതിനിടയിൽ സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ചു വീണ വിഭീഷിനെ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ ബൈക്കും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ബൈക്ക് യാത്രികരായ ചിറ്റഞ്ഞൂർ പോങ്ങാട്ട് വീട്ടിൽ 48 വയസ്സുള്ള ദിൽദാസ്, 15 വയസ്സുള്ള അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. വടക്കേക്കാട് ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് ചിറ്റഞ്ഞൂരിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മോഡലായ വിദേശ വനിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ യുവാവിനെ ഷൊർണൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി 29 വയസ്സുള്ള സുഹൈൽ ഇക്ബാൽ ചൌധരിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 12-ന് ദുബായിൽ വെച്ചാണ് ബ്രസീലിയൻ മോഡലായ യുവതി പീഡനത്തിനിരയായത്. കുളപ്പുള്ളിയിൽ സുഹൃത്തിനൊപ്പം ലിവിംഗ് ടുഗദറായി കഴിയുന്ന ബ്രസീലിയൻ മോഡലായ യുവതി പീഡനത്തിനിരയായ സംഭവത്തിലാണ് അറസ്റ്റ്. യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗോവയിൽ നിന്നാണ് സുഹൈൽ ഇക്ബാൽ ചൌധരിയെ പിടികൂടിയത്. തിങ്കളാഴ്ച പിടികൂടിയ ഇയാളെ ഷൊർണൂരിൽ എത്തിച്ചു. പ്രതിയെ അതിജീവിത സ്റ്റേഷനിലെത്തി തിരിച്ചറിഞ്ഞു. കേസിൽ 1-ാം പ്രതിയും സുഹൃത്തും ദുബായിലെത്തിയപ്പോൾ മുമ്പ് പരിചയമുള്ള സ്ത്രീയെ പാർട്ടിക്ക് ക്ഷണിക്കുകയായിരുന്നു. പ്രതികളും യുവതിയും രാത്രിയിൽ പാർട്ടിയിൽ ഒത്തുകൂടി. പിന്നീട് ഇവർ പുലർച്ചെ യുവതിയെ മറ്റൊരു പാർട്ടിക്ക് വിളിച്ച് മയക്കുമരുന്ന് നൽകി 1-ാം പ്രതിയുടെ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. 12-ന് രാവിലെ ബോധം വന്നപ്പോൾ യുവതി ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ഫ്ളാറ്റിലെത്തി. സമീപത്തെ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി സമീപിച്ചെങ്കിലും അവർ ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്ന് പരാതിയിൽ പറയുന്നു. പിന്നീട് യുവതി കുളപ്പുള്ളിയിലെ യുവാവുമായി സംസാരിച്ച് 14-ന് കൊച്ചിയിലേക്ക് വരികയും ഫ്ളാറ്റിൽ ഇറങ്ങി സമീപത്തെ ആശുപത്രിയിലെത്തിയെങ്കിലും ഈ ആശുപത്രിയിലും ചികിത്സ നിഷേധിച്ചു. പിന്നീട് ചേരാനല്ലൂരിന് സമീപത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കേസ് 1 മാസം ചേരാനല്ലൂർ ഡിവൈഎസ്പി VK രാജു അന്വേഷിച്ചതിന് ശേഷമാണ് ഷൊർണൂരിലേക്ക് കൈമാറിയത്. യുവതിയുടെ സൗകര്യാർത്ഥമാണ് ഷൊർണൂരിലേക്ക് കേസ് കൈമാറിയത്. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസിന്റെ നേതൃത്വത്തിൽ SI ഗോകുലിനും സംഘവുമാണ് സുഹൈൽ ചൌധരിയെ ഗോവ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രണയം നടിച്ച് 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായ നാഗലശ്ശേരി വാവന്നൂർ സ്വദേശി പുന്നത്ത് വീട്ടിൽ 24-കാരൻ ഷിഹാബിനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തോടെ തരംഗമായി അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുടകൾ. അട്ടപ്പാടിയിലെ അമ്മമാരുടെ അതിജീവന പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണെന്ന സവിശേഷതയും കാർത്തുമ്പിക്കുടകൾക്കുണ്ട്. 3-ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിലാണ് അട്ടപ്പാടിയിലെ ആദിവാസി വനിതകളുടെ കുടനിർമ്മാണത്തെക്കുറിച്ച് നരേന്ദ്രമോദി പരാമർശിച്ചത്. ആദിവാസി സമൂഹം സംരംഭകത്വത്തിൻ്റെ മികച്ച മാതൃക സൃഷ്ടിച്ചുവെന്ന് വിശദീകരിക്കാനാണ് കാർത്തുമ്പി കുടകളെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനായത്. അട്ടപ്പാടിയിലെ സ്ത്രീകൾ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തത്. कारथुम्बी छात्र केरला के एक छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं. പൂർണ്ണമായും ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം. എൻ്റെ പേര് ഓമന. പ്രധാനമന്ത്രി ഞങ്ങളുടെ കാർത്തുമ്പി കുടയെ കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം നവജാത ശിശുക്കളുടെ മരണം തുടർച്ചയായി നടക്കുമ്പോഴാണ് ഊരുകൾ കേന്ദ്രീകരിച്ച് ഊരുതല മൂലധനമെന്ന ആശയത്തോടെ 2014 ആദിവാസി കൂട്ടായ്മയായ തമ്പ് കുടനിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ 13 ഊരുകളിൽ കുടനിർമ്മാണം നടക്കുന്നുണ്ട്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഞങ്ങളുടെ കാർത്തുമ്പി കുടയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എല്ലാവരുടെ ഭാഗത്തുനിന്നും
ഞങ്ങൾക്ക് എല്ലാ സഹകരണവും ഉണ്ടാവണം. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് അട്ടപ്പാടിയിൽ കാർത്തുമ്പി കുട നിർമ്മാണ പദ്ധതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ 2014 മുതൽ ഈ കാർത്തുമ്പി കുട നിർമ്മാണത്തിലുണ്ട്. ഞങ്ങളുടെ ജീവിത വരുമാനം എന്ന് പറയുമ്പോൾ കാർത്തുമ്പി കുട നിർമ്മിച്ച് വിറ്റാണ് ജീവിച്ചു വരുന്നത്. അപ്പം ആകെയുള്ളൊരു ആശ്രയം അതാണ്. അപ്പം ഇതിൽ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ ഞങ്ങളുടെ കാർത്തുമ്പി കുട നിർമ്മാണത്തെ പറ്റി പറയുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കോവിഡിന് ശേഷമുള്ള വിപണി മാന്ദ്യം കുടനിർമ്മാണത്തിന് തിരിച്ചടിയായെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് കാർത്തുമ്പി കുടകൾ കരകയറി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമെത്തിയതോടെ ആഗോള ബ്രാൻഡുകളോട് മത്സരിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ട്. കേവലം കുട എന്നതിലപ്പുറം അട്ടപ്പാടിയുടെ സംരക്ഷണ കവചം തന്നെയാണ് ഇന്ന് കാർത്തുമ്പി. പ്രതിദിനം 450 രൂപയോളം വരുമാനം കുടനിർമ്മാണത്തിലൂടെ അട്ടപ്പാടി മേഖലയിലെ 750ഓളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവരുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സഹായകരമായ കുടനിർമ്മാണ യൂണിറ്റ് ആധുനിക രീതിയിൽ വിപുലീകരിക്കാൻ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അട്ടപ്പാടിയിലെ അമ്മമാരും സഹോദരിമാരും. ഞങ്ങളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ വരുമാനദായക പരിപാടിയാണ് കാർത്തുമ്പി കുടനിർമ്മാണ യൂണിറ്റ്. അതിലൂടെ 10 വർഷമായിട്ട് നമ്മുടെ അമ്മമാർക്ക് വേതനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് മൻ കി ബാത്ത് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് ലോകം കണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ പദ്ധതി മാത്രമാണ്. അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ മിക്ക ആളുകൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉപജീവന മാർഗം അതിലൂടെ നടന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ എല്ലാവിധ സഹകരണവും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അട്ടപ്പാടിയുടെ ആദിവാസികളുടെ നല്ലൊരു വരുമാനദായക പരിപാടിയായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പോർക്കുളം പൂമരത്തിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ചിറക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കുന്നംകുളം കാട്ടകാമ്പൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവോണം ബസ്സും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30 നടക്കും. 4ാം വാർഡിൽ നിന്ന് സ്വതന്ത്രയായി തെരഞ്ഞെടുക്കപ്പെട്ട CM വസന്തകുമാരിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് വാർഡിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡായ കൂരാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30 നടക്കും. സ്വതന്ത്രയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വസന്തകുമാരി LDF പിന്തുണയോടെ പഞ്ചായത്ത് ഉപാധ്യക്ഷയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് അംഗം നൽകിയ പരാതിയിലാണ് ഉപാധ്യക്ഷ പദവിയിലെത്തിയ വസന്തകുമാരിയെ കഴിഞ്ഞ ജനുവരി 21 അയോഗ്യയാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരാതി തള്ളുകയായിരുന്നു. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിനും CPM-നും 6 വീതവും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. ഭാഗ്യം തുണച്ചതാണ് UDF ഭരണത്തിലെത്താൻ കാരണം. നറുക്കെടുപ്പിലൂടെയാണ് UDF ഭരണത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുള്ളൂർക്കരയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഖദീജയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുന്നു. STV നൽകിയ വാർത്തയെ തുടർന്നാണ് ഖദീജയുടെ വീടെന്ന സ്വപ്നം പൂവണിയുന്നത്. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പരേതനായ ഉസ്മാന്റെ ഭാര്യ ഖദീജ, ഇവരുടെ പിതാവ് മുഹമ്മദ് മുസ്ലിയാരും മാതാവ് ഫാത്തിമയും 2 മക്കളും അടങ്ങുന്ന നിർധന കുടുംബത്തിനാണ് പ്രവാസി സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീടൊരുക്കി നൽകുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് ഖദീജയുടെ ഭർത്താവ് ഉസ്മാൻ മരിച്ചത്. തുടർന്ന് 2 മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഖദീജയാണ് തന്നാൽ കഴിയുന്ന ജോലി ചെയ്ത് സംരക്ഷിച്ചു വന്നിരുന്നത്. ഒപ്പം നാട്ടുകാരുടെ കാരുണ്യവുമുണ്ട്. ഖദീജയുടെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. നിലവിൽ 1.5 സെന്റ് സ്ഥലത്ത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചു വരുന്നത്. ഖദീജയുടെ കുടുംബത്തിന്റെ പരിതാപകരമായ സ്ഥിതി മനസ്സിലാക്കിയ പ്രവാസി ഭാരവാഹി പ്രസിഡന്റ് AA അഹമ്മദ്, ഖാലിദ് മൊയ്തീൻ ആറ്റൂർ, ട്രഷറർ PV അബ്ദുൽ സലാം വാഴക്കോട് മറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ
ഖദീജയ്ക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടൊരുക്കി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. വെട്ടിക്കാട്ടിരി പുഷ്കരത്തുള്ള ഖദീജയുടെ ഭർത്താവിന്റെ സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1 വർഷത്തിനകം തന്നെ ഖദീജയ്ക്കും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ ഞങ്ങൾ ശ്രീപുർ ട്രസ്റ്റ് ഇവർക്ക് വേണ്ടി ഹുസൈൻ്റെ ഭാഗമായി കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ ഇവർക്ക് ഒരു ചെറിയ ഒരു തറ പണിതിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ തറയുടെ വേണ്ടി ഒരു പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അതുകൊണ്ട് എല്ലാ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യുന്നത് ഇവർക്ക് എത്രയും വേണ്ടി ആ വീട് കൊടുക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് തരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് കൂടിയാണ് ഇത് ഞങ്ങളുടെ സെക്രട്ടറി ഹാലിക്ക് ഇത് സൂര്യ അബ്ദുൽ സലാം ഉള്ളൂർക്കരവിൻ്റെ ട്രഷറാണ്. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂരപ്പന് വഴിപാടായി ദശാവതാര വിളക്കുകളും ആമവിളക്കും. പ്രവാസി വ്യവസായിയായ ആലപ്പുഴ കരിവാറ്റ സ്വദേശി സുരേഷ് കുമാർ പാലാഴിയാണ് ഇവ സമർപ്പിച്ചത്. ഗുരുവായൂരപ്പന് വഴിപാടായി 2 ദശാവതാര വിളക്കുകളും ആമവിളക്കും തൂക്കുവിളക്കുകളും അമ്പലമണിയും ഒപ്പം ഭഗവാന് ചാർത്താൻ ഒരു സ്വർണമാലയുമാണ് ഭക്തൻ വഴിപാടായി സമർപ്പിച്ചത്. ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിമരത്തിന് സമീപം വാതിൽമാടത്തിന് മുന്നിൽ ദശാവതാര വിളക്കിൽ ദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സമർപ്പണം ഏറ്റുവാങ്ങി. മുൻ ഭരണസമിതി അംഗം മനോജ് B നായർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ K രാമകൃഷ്ണൻ, വഴിപാട് സമർപ്പണം നടത്തിയ സുരേഷ് പാലാഴി, വിനു പരപ്പനങ്ങാടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വഴിപാട് സമർപ്പണത്തിന് ഏകദേശം 25 ലക്ഷം രൂപ വിലമതിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സംസ്കൃതം ക്ലബ്, അറബിക് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം നടന്നത്. ദിനാചരണ പരിപാടികളുടെ ഭാഗമായി കേരളശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുകയും ഡോക്ടേഴ്സിനെ ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ PN ലത, ഡോക്ടർ S ആതിര, ഡോക്ടർ സൗമ്യ ഫിലിപ്പ്, ഡോക്ടർ KK സനൂപ് എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ PV സാജൻ അധ്യക്ഷനായി. കേരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഫെബിൻ റഹ്മാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രമാമുരളി, പഞ്ചായത്ത് അംഗം T ഷീല, ഗൈഡ്സ് ക്യാപ്റ്റൻ K തുളസീദേവി, സ്കൗട്ട്സ് മാസ്റ്റർ VM നൌഷാദ്, സംസ്കൃതം അധ്യാപകൻ AT ഹരിപ്രസാദ്, വിദ്യാർത്ഥികളായ PS അശ്വതി, ശ്രാവൺ ശബരീഷ്, KR അനുശ്രീ, PV സുജിഷ, KR അതുൽ, KP അമല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സൗഹൃദവേദി പത്തിരിപ്പാല യൂണിറ്റും കരുവത്തോടി റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ഈദ് സുഹൃത്ത് സംഗമം നടത്തി. സുഹൃത്ത് സംഗമം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ്. ഗാന്ധിയൻ എന്ന് പറയുമ്പോൾ ഗാന്ധി ജീവിച്ച അതേ തരത്തിൽ ജീവിക്കുന്ന ആളായിരിക്കണം. എനിക്കത് പറ്റില്ല. ഞാൻ അതുകൊണ്ട് വ്യത്യാസമായിട്ടുള്ള പല ജീവിതമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പക്ഷേ ഗാന്ധിയൻ ആദർശങ്ങൾ എനിക്കിഷ്ടമാണ്. കാരണം സത്യം, അഹിംസ, സ്നേഹം, ഈ 3 കാര്യങ്ങളാണ് ഗാന്ധി പറഞ്ഞത്. KRI കൺവീനർ AH സൈദലവി അധ്യക്ഷനായി. സൗഹൃദവേദി രക്ഷാധികാരി മൂസ ഉമരി ഈദ് സന്ദേശം നൽകി. ITL ഗ്രൂപ്പ് PA അബൂബക്കർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും ITL അബൂബക്കറെയും സംഘാടകർ ഉപഹാരം നൽകി ആദരിച്ചു. KA ഷുക്കൂർ, MK ശിവദാസൻ, OA ഉണ്ണി, സഖി ഹുസൈൻ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. 100-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ 6-ന് ചുമതലയേൽക്കും. മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വൈകിട്ട് 6:30-നാണ് സ്ഥാനാരോഹണ ചടങ്ങെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ 12ാമത് പ്രസിഡന്റായി NP കൃഷ്ണകുമാർ ചുമതലയേൽക്കും. KC രാജേഷ് സെക്രട്ടറിയും രവികുമാർ ചോയ്ക്കൽ പുതിയ ട്രഷററുമാണ്. ജൂലൈ 6-ന് വൈകുന്നേരം 6:30-ന് ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് IPS മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AV പതി ചടങ്ങിന് നേതൃത്വം നൽകും. അസിസ്റ്റന്റ് ഗവർണർ EV വിശ്വനാഥൻ,
ഗവർണേഴ്സ് ഗ്രൂപ്പ് പ്രതിനിധി ഗണേഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ കഴിഞ്ഞ 11 വർഷം നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ റോട്ടറിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിപുലമായ മറ്റ് സേവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ മറ്റു സേവന പദ്ധതികൾ, കുട്ടികൾക്കുള്ള പഠന സഹായം, സ്ത്രീ ശാക്തീകരണം, നിർധനരായ രോഗികൾക്കുള്ള ധനസഹായങ്ങൾ, ആർട്ടിഫിഷ്യൽ ലിങ്ക് മെഡിക്കൽ ക്യാമ്പ്സ്, ആരോഗ്യ ക്ലാസുകൾ തുടങ്ങി നിരവധിയായ സേവന പദ്ധതികളാണ് റോട്ടറി ഷൊർണൂർ ഈ പ്രാവശ്യം ഈ സ്മൈൽ ടീമിൻ്റെ അടുത്തതായി വന്നിട്ടുള്ള ബ്ലോസം എന്ന ടീം ചാർജ് എടുക്കുന്നതോടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റോട്ടറി ഷൊർണൂറിൻ്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ പദ്ധതികൾക്കും നല്ലവരായ നാട്ടുകാരുടെ പിന്തുണ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, മുൻ പ്രസിഡന്റ് സന്ധ്യ മന്നത്ത്, സെക്രട്ടറി KC രാജേഷ്, ട്രഷറർ രവി ചോയ്ക്കൽ, EK ഹരീന്ദ്രനാഥ്, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, രാമു ചാത്തനാത്ത്, ഷാനവാസ്, ജിഷ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വന്തം ഭാഷ വശമില്ലാത്ത സമൂഹത്തിന് സ്വത്വബോധം നഷ്ടമാകുമെന്ന സാഹിത്യകാരൻ വൈശാഖൻ. മലയാളികൾ കുറെ കൂടി മാതൃഭാഷയെ സ്നേഹിക്കണം. തസ്രാക്കിൽ OV വിജയൻ സ്മാരക പുരസ്കാര സമർപ്പണം. മങ്കരയിൽ OV വിജയൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ OV വിജയൻ അനുസ്മരണം. മോഡലായ വിദേശവനിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഗോവയിൽ വെച്ച് പിടികൂടിയത് മുംബൈ സ്വദേശി 29 വയസ്സുള്ള സുഹൈൽ ഇക്ബാൽ ചൌധരിയെ. കൊളപ്പുള്ളിയിൽ ലിവിംഗ് ടുഗദറായി കഴിയുന്ന ബ്രസീലിയൻ മോഡൽ പീഡനത്തിനിരയായത് മെയ് 12 ദുബായിൽ വെച്ച്. പ്രണയം നടിച്ച സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സ്വകാര്യ ബസ് കണ്ടക്ടർ തൃത്താല പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് നാഗലശ്ശേരി വാവന്നൂർ സ്വദേശി 24 വയസ്സുള്ള ഷിഹാബ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വെള്ളറക്കാട് സ്വദേശി 45 വയസ്സുള്ള വിബീഷ്. അപകടം കാഞ്ഞിരക്കോട് AH കല്യാണ മണ്ഡപത്തിന് സമീപം. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ ബൈക്കും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മങ്കര 4-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന്. തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷയെ അയോഗ്യയാക്കിയതിനെ തുടർന്ന് കോൺഗ്രസിനും CPM-നും 6 വീതവും BJP-ക്ക് 1 മെമ്പറുമുള്ള പഞ്ചായത്തിൽ 4-ാം വാർഡിലെ ജനവിധി നിർണായകമാകും. കാർത്തുമ്പിക്ക് ആവശ്യക്കാരേറുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരാമർശത്തോടെ ജനപ്രിയമായി അട്ടപ്പാടിയുടെ കാർത്തുമ്പി കുടകൾ. കുട നിർമ്മാണ യൂണിറ്റ് വിപുലീകരണത്തിന് സഹായമെത്തുമെന്ന പ്രതീക്ഷയുമായി ആദിവാസി വനിതകൾ. കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലെ അമ്മമാരുടെ അതിജീവന പോരാട്ടത്തിന്റെ ഉൽപ്പന്നം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.